ഫാമിലി മക്കളെ വണക്കം. ഫാമിലി വീക്ക് ഈ ദിവസം കൊണ്ട് തീരുകയാണ് കേട്ടോ. ലാസ്റ്റായിട്ട് വന്നിട്ടിരിക്കുന്ന ആൾക്കാരുടെയാണ് കേട്ടോ നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വന്നിരിക്കുന്ന എല്ലാവരും മോർണിംഗ് ആക്ടിവിറ്റിയിൽ, അതായത് മോർണിംഗ് ഡാൻസ് ആയിട്ട് കളിക്കുമ്പോഴാണ് നമ്മുടെ ജെഫ്രിയുടെ വീട്ടുകാർ വരുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കുടുംബക്കാരെത്തുന്നു വന്ന പോലെ തോന്നി. ഈ 4 വീട്ടുകാരുടെയും ഒന്നിനൊന്നിന് ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. നല്ല ഫാമിലിയാണ് എന്ന് വെച്ച് ബാക്കിയുള്ള ഫാമിലീസ് കൊള്ളത്തില്ല എന്നല്ല, എല്ലാ ഫാമിലിയും നല്ലതാണ്. അപ്പം ഇന്ന് കണ്ടപ്പം അവരെല്ലാം യഥാർത്ഥമായിട്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അവരെ അപ്രോച്ച്. ഒരാളെ വേദനിപ്പിക്കാതെ അവർ കൂടുതൽ കുറ്റങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ജെഫ്രിയുടെ വീട്ടുകാരാണ് വന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടുകാർ പറയുന്നുണ്ട്, ഇനിയും പാട്ട് പാടണം, നീ എന്നെ പാട്ടൊക്കെ പാടുന്നത് കുറയ്ക്കുന്നത്, ഇനി നന്നായിട്ട് പാട്ട് പാടണം, പിന്നെ എന്തിനാ എപ്പോഴും ചുമ്മാ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, ഗെയിം ടാസ്ക് അത് കളിച്ചിട്ട് വിട്ടിട്ട് മിണ്ടാതിരിക്കുക, എന്തിനാ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നത് അതേപോലെ അല്ല അമ്മ എടുക്കുന്നത്, ഞാൻ വിചാരിക്കാത്ത രീതിയിലാണ് എല്ലാവരും. അങ്ങനെയല്ലടാ ഗെയിം, ആ ഗെയിമല്ലേ നമ്മൾ കളിക്കേണ്ടത്, നീ കളിക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനോട് വിയോജിപ്പുള്ളത് ജാക്കിനോട് മാത്രമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം അതായത് ജാക്ക് എന്നാണ് സംസാരിക്കുന്നതിന് മേ ബി അതിനെ പറ്റിയിട്ടാണ് വിയോജിപ്പാണെന്ന് പറയുന്നത്. ഇറ്റ്സ് ഓക്കെ. അപ്പം ജെഫ്രി പറയുന്നുണ്ട് അതൊക്കെ ഞങ്ങൾ പറഞ്ഞ് സംസാരിച്ച് തീർത്തു എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ജെഫ്രിയെ പറ്റി മറ്റിടത്തൊക്കെ പറയുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ജാക്ക് പറഞ്ഞുകൊണ്ട് ഞാനുള്ളത് ഇവനോട് മുഖത്തോട് നോക്കി പറയാറുണ്ട്, പിന്നെ എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും പറയുന്നതായിരിക്കും നിങ്ങൾക്ക് വെളി മേ ബി വന്നിട്ടുണ്ടാവുക എന്ന് പറയുന്നുണ്ട്. പിന്നെ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട്, അതായത് ജെഫ്രിയുടെ അമ്മ കൂടെ പാട്ട് പാടണമെന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും കൂടെ നല്ല രീതിയിൽ പാട്ട് പാടുന്നുണ്ട് കേട്ടോ. അതോട് കൂടിയിട്ട് അവരുടെ ഫാമിലി പോവുകയാണ്. അത് കഴിയുമ്പോൾ അരുണിനോട് പറയുന്നുണ്ട്, അരുണിനെ വിളിച്ചിട്ട് പറയാം അരുണിൻ്റെ വീട്ടുകാർക്ക് വരാൻ പറ്റത്തില്ല, അതിൻ്റെ ഒരു സാഹചര്യമാണ്, അരുൺ കൺഫെഷൻ റൂമിൽ ഒരു വീഡിയോ കോൾ വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അരുൺ കൺഫെഷൻ റൂമിൽ ഇരിക്കുമ്പോഴത്തേക്ക് കുറച്ച് സാഹചര്യങ്ങൾ കൊണ്ട് അരുണിൻ്റെ വീട്ടുകാർ വരാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവർ സ്റ്റോർ റൂമിൽ വരെ എൻട്രി ചെയ്യുന്നുണ്ട്. അപ്പം ടെക്നിക്കൽ എറർ കാരണം കൊണ്ട് വീഡിയോ കോൾ ഇപ്പം കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നത് അച്ഛനും അമ്മയ്ക്കൊക്കെ സുഖമാണ്, അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല അതൊന്നും കുഴപ്പമില്ല, ഞാൻ കുറച്ച് കഴിയുമ്പോൾ വിളിക്കാം, ലിവിങ് ഏരിയയിൽ പോയിരിക്കാൻ പറയുമ്പോഴത്തേക്കും എല്ലാവരും കൂടെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അരുണിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും, അച്ഛനും അമ്മയും എൻട്രി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അത് കഴിയുമ്പോഴത്തേക്ക് എന്നാണ് നിൻ്റെ ക്യാപ്റ്റൻസിയാണ് ഏറ്റവും, ഇത്രയും ക്യാപ്റ്റന്മാരുണ്ട് ഇതിൽ ഏറ്റവും നല്ല ക്യാപ്റ്റൻസി, ശരിക്കും നല്ലൊരു ക്യാപ്റ്റൻസി ആയിരുന്നു അരുണ് വെച്ചിട്ടുണ്ടായിരുന്നു, നല്ലതായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയ ഒരു ക്യാപ്റ്റൻ തന്നെയായിരുന്നു അരുണ്. അപ്പം ആയിരുന്നു നീ സൂപ്പറാണ്, നല്ലപോലെ ടാസ്ക് കളിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ചെയ്യും, നിനക്ക് ഒരു ഹ്യൂമാനിറ്റി ഉണ്ട്, അതായത് റാണവ് വീണപ്പോഴും ഒക്കെ അതേപോലെ തന്നെ എല്ലാവരും കഴിക്കുമ്പോൾ എല്ലാവരും കഴിച്ചോ വിശപ്പം അറിയുമോ എന്ന് ചോദിച്ചിട്ട് ഏറ്റവും അവസാനം നീ കഴിച്ചു, അതിലൊക്കെ ഒരു ഹ്യൂമാനിറ്റി നിലനിന്നിട്ടുണ്ടായിരുന്നു, അത് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. വിയോജിപ്പുള്ളത് മഞ്ചരിയോടാന്ന് പറയുന്നുണ്ട്. അവരുടെ വീട്ടുകാർ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അത് തമാശയാണ്. അപ്പോൾ അവരുടെ കഴുത്ത് പിടിച്ചിട്ട് ഇടുമെന്ന് പറഞ്ഞത് അതൊരു തമാശയാണ്. പിന്നെ ദീപക് ആ സ്റ്റേറ്റ്മെൻറ്റ് പറയില്ല, ലേബറിന് ഇത്രയേ ഉള്ളൂ ടി വി എന്നുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. ദീപക് പറഞ്ഞാണ്, മറ്റാര് പറഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ദീപക് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബാക്കി ആരോടും ഒരു കുഴപ്പമില്ല എന്നിട്ട് അവർക്ക് ടാസ്കും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നല്ല രീതിയിൽ എല്ലാവരോടും സംസാരിച്ചിട്ട് ആ ഫാമിലി യാത്രയായിട്ടോ. പിന്നീട് വന്നിട്ട് നമ്മൾ ജാക്ലിൻ്റെ ഫാമിലിയാണ്. സത്യം പറഞ്ഞാൽ ഇമോഷണൽ ഉണ്ടായിരുന്നു. അമ്മ നിന്നെ ഒത്തിരി കരയിച്ചു, അമ്മ ഞാനിവിടെ ദേഷ്യപ്പെട്ടത് ഞാൻ കാണിച്ചതൊക്കെ കൂട്ടി കണ്ടിട്ട് നിന്നെ ഒത്തിരി കരയിപ്പിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ലമ്മ നന്നായിട്ടാണ് നീ കളിച്ചത്, ഒരു കുഴപ്പമില്ല, എന്നോട് ദേഷ്യമാണ് പിണക്കമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇല്ലമ്മ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും നീ നന്നായിട്ട് ടാസ്ക് കളിക്കുന്നത്, ഇതേപോലെ തന്നെ മുന്നോട്ടേക്ക് രണ്ടാമത്തെ ആഴ്ച കളിച്ച ജാക്ലിനിൽ അതേപോലെ തന്നെ ഇരിക്കുക, കപ്പും വാങ്ങിച്ചുകൊണ്ട് വാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നീ എവിലിൻ്റെ ആ ടാസ്കിലൊക്കെ കളിച്ചിട്ടില്ല, അതെനിക്ക് കളിക്കുമ്പോൾ എല്ലാവരും കളിച്ചില്ലേ, പിന്നെ നിനക്ക് തന്നെ കളിക്കാൻ എത്ര ബുദ്ധിമുട്ട്, നീ കളിക്കാനല്ല വന്നിരിക്കുന്നത്, നീ ഞാൻ ഒറ്റയ്ക്ക് കളിക്കുന്നത് മനസ്സിലായി. രണ്ടാമത്തെ വാരത്തിലിരുന്ന ജാക്ലിനായിട്ട് കളിച്ച് നല്ല സ്ട്രെങ്തോടുകൂടി കപ്പും കൊണ്ട് വാ എന്ന് അമ്മ പറയുന്നുണ്ട്. അതേപോലെ അതായത് വിയോജിപ്പുള്ള ജെഫ്രി എന്ന് പറയുന്നത്, അതായത് അവളോട് എന്നാ ഉണ്ടെങ്കിൽ അവളുടെ മുഖത്ത് അടിച്ച പോലെ പറഞ്ഞോ, അതാണ് അവൾ, പുറകിൽ പോയി പറയരുത് എന്ന് പറയുന്നുണ്ട് ജെഫ്രിയോട്. ഫ്രണ്ട്സിന് വേണ്ടി എന്തും ചെയ്യും, അവൾ എന്ത് കാര്യം വേണമെങ്കിൽ ചെയ്യും, അത്രയ്ക്ക് ഇതാണ്. നിന്നെ അനിയെന്നുള്ളൊരു കാറ്റഗറിയിൽ അവൾ ഫസ്റ്റ് വീക്കിൽ കൊണ്ടുവച്ചിരിക്കുക, അത് ഇതുവരെ അവൾക്ക് മാറ്റാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ നീയായിട്ടൊക്കെ ഇരിക്കുന്നൊക്കെ നമ്മുടെ ജാക്ലിനോട് അമ്മയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ജാക്ലിൻ്റെ സഹോദരിയും പിന്നെ ഫ്രണ്ടുമാണ് കേട്ടോ വന്നത്. പിന്നെ ലാസ്റ്റ് വന്നിട്ട് മുത്തുക്കുമറിനോട് ഫ്രീസ് പറയുന്നുണ്ട്. മുത്തുക്കുമർ ഇങ്ങനെ എല്ലാവരോടും കൂടെ ഇങ്ങനെ അവനെ കത്തി വെക്കുകയാണ്. അപ്പോൾ ഫ്രീസ് പറയുന്നുണ്ട്. മുത്തുക്കുമറിൻ്റെ ഫാമിലി നല്ലൊരു പാട്ട്, നമുക്ക് ഒത്തിരി അർത്ഥമുള്ള, ഞാൻ ഫസ്റ്റ് ടൈം കേൾക്കുകയാണ് കേട്ടോ ഈ പാട്ട്.
അത് എത്രയും ലൈനും ഉള്ളെങ്കിലും ഭയങ്കര രസമായിരുന്നു. മുത്തുക്കുമറിൻ്റെ അമ്മയ്ക്ക് വേണ്ടി എഴുതിയ പോലെ തന്നെ നമുക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ലൊരു ഫാമിലി, നല്ല നല്ല ആൾക്കാർ, നല്ല അച്ഛൻ, നല്ലൊരു അമ്മ, എല്ലാവരോടും ഒരു വേർവ്യത്യാസമില്ലാത്തൊരു സംസാരം, എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്, ആരോടും വിയോജിപ്പില്ല. അപ്പോൾ മുത്തുക്കുമരോട് ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോൾ മുത്തുക്കുമർ പറയുന്നുണ്ട്, എനിക്ക് വെളിയിലത്തെ കാര്യമൊന്നും അറിയണ്ട, ഞാൻ എങ്ങനെയുണ്ട്, നിങ്ങൾ സന്തോഷമാണ്, ഞങ്ങൾ സന്തോഷമാണ്, നീ നന്നായിട്ട് ടാസ്ക് കളിക്കുന്നുണ്ട്, നീ സംസാരിക്കുന്നുണ്ട്, ഇനിയും സംസാരിക്കും, നീ ഇത്ര അറിവാളിയാണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴറിയുന്നേ, നീ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, ഇനിയും സംസാരിക്കണം, അതാ ഞങ്ങൾക്ക് വേണ്ട, ടാസ്കുകളൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതേപോലെ തന്നെ അങ്ങനെ പറഞ്ഞിട്ട് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കണം, മുത്തുക്കുമർ 5 മിനിറ്റ് മിണ്ടാതിരിക്കണം, പക്ഷേ അവൻ്റെ അമ്മ മുത്തുക്കുമറിനെ പറ്റി സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ അമ്മ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതായത് ഒന്നെങ്കിൽ നമ്മൾ പണക്കാരായിരിക്കണം, ഇല്ലെങ്കിൽ നല്ല രീതിയിൽ കോസ്റ്റ്യൂം ധരിച്ച് നല്ല രീതിയിൽ കാണാൻ ഭംഗിയുള്ളവരായിരിക്കണം, എന്നാലേ ആൾക്കാർ ശ്രദ്ധിക്കുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, അത് മുത്തുക്കുമർ ഇതിനകത്ത് വന്നതുകൊണ്ട് മാത്രമാണെന്ന് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ നിന്നെക്കൊണ്ട് ഞങ്ങളുടെ പാരമ്പര്യം തന്നെ നിലനിൽക്കുന്നുണ്ട്, നീ ഇത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, ഞങ്ങളെ ഒത്തിരി സങ്കടപ്പെടുത്തിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമുക്കും ഒരു സങ്കടം തോന്നുന്നുണ്ട്, എല്ലാവർക്കും ഒരു സങ്കടത്തിൻ്റെ ഒരു കാര്യമായിട്ട് മുത്തുക്കുമറിൻ്റെ തോന്നിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഫാമിലി ആയിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇന്ന് വന്ന എല്ലാ ഫാമിലിയും നല്ല ഫാമിലി ആയിരുന്നു കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് കപ്പും കൊണ്ടേ വരാവുള്ളെന്ന് പറയുന്നുണ്ട്. പിന്നെ ജാക്ലിനെ പറ്റിയും ജാക്ലിനെ പറ്റിയൊക്കെ എല്ലാവരെ പറ്റിയും നല്ല സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ എപ്പിസോഡിൽ ഇത്ര ഉള്ളതാണ്. പിന്നീട് പോയിട്ട് കപ്പിനെ പറ്റിയും ജാക്ലിനും എല്ലാ ഫാമിലിയും പോയി കഴിഞ്ഞാൽ കപ്പിനെ പറ്റി ജാക്ലിനും ദീപക്കും മഞ്ജരിയും മുത്തുക്കുമറും ഒക്കെ സംസാരിക്കുന്നുണ്ട്. എനിക്കല്ലെങ്കിൽ അടുത്തത് മുത്തുക്കുമറിനായിരിക്കണം കിട്ടേണ്ടത് എന്നൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ എന്ന് ജാക്ലിൻ പറയുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രേ ഉള്ളൂ. ഫാമിലീസ് എല്ലാം വന്നു പോയിട്ടുണ്ട്. നാളെ എന്താണെന്ന് അറിയത്തില്ല. നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം കേട്ടോ.